ആരോഗ്യം കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വാഗതം. നമ്മുടെ ഭൂമിയിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിലുള്ള സസ്യങ്ങളുണ്ട്. അവയിൽ പല സസ്യങ്ങളെയും ആയുർവേദം ഔഷധ സസ്യങ്ങളായി കണക്കാക്കുന്നു. അത്തരം ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളിൽ ഒന്നാണ് ചിരാത്ത. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1200 മുതൽ 3000 മീറ്റർ വരെ ഉയരത്തിൽ ഹിമാലയത്തിൽ വളരുന്നതും വളരെ കൈപ്പേറിയതുമായ ഒരു ഔഷധ സസ്യമാണ് ചിരാത്ത. ഈ ചെടിയെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ കൂടുതലായി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ഇതേക്കുറിച്ചിനി വിശദമായി പഠിക്കാം. പ്രമേഹം ഒരു അപകടകരമായ രോഗമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ഈ രോഗത്തെ ഷുഗർ എന്ന് വിളിക്കുന്നു. മെഡിക്കൽ ഷോപ്പിൽ ഷുഗർ ടാബ്ലറ്റ് വിൽക്കാതെ ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല. ചിരാത്തയും പ്രമേഹവും തമ്മിൽ എന്താണ് ബന്ധമെന്ന കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എന്നാൽ നമുക്ക് ഇതേക്കുറിച്ച് വിശദമായി സംസാരിക്കാം. വരൂ. പ്രമേഹമാണ് പ്രശ്നമെങ്കിൽ ചിരാത്ത ഒരു പരിഹാരമാണ്. ഹിമാലയത്തിൽ എവിടെയോ വളരുന്ന ഈ ചെടിക്ക് പ്രമേഹം കുറയ്ക്കുവാനുള്ള ശക്തി ഉള്ളതിനാൽ ചിരാത്ത പ്രവർത്തിക്കുന്നത് പോലെ ചിരാത്തയുടെ ഹൈപ്പോഗ്ലൈസമിക് ഗുണങ്ങൾ പ്രമേഹം കുറയ്ക്കുവാൻ സഹായിക്കുന്നു. അതുമാത്രമല്ല, ചിരാത്തയിലെ ആന്റി ഓക്സിഡന്റുകൾ മനുഷ്യന്റെ വിശപ്പ് വർദ്ധിപ്പിക്കുന്നു. മലേറിയ കുറയ്ക്കുവാനും കരൾ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനും ചിരാത്തയ്ക്ക് കഴിവുണ്ട്. ഇനി നമുക്ക് ആയുർവേദത്തിൽ ചിരാത്തയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നോക്കാം. ആയുർവേദത്തിൽ ചിരാത്തയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. ചിരാത്തയുടെ ഉപയോഗം കൊണ്ട് ആയുർവേദത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെന്ന് പഠനങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ആയുർവേദ പ്രകാരം ചിരാത്ത എന്ന ഔഷധം ഉപയോഗിച്ച് പനി കുറയ്ക്കുവാനും കുഷ്ഠം പോലുള്ള ത്വക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഈ ചിരാത്ത ഉപയോഗിച്ചു വരുന്നു. ഇത് ദഹനത്തെ എളുപ്പമാക്കുവാനും സഹായിക്കുന്നു. വിശപ്പിനെ ഉത്തേജിപ്പിക്കുവാൻ ഇതിനൊരു പ്രത്യേക കഴിവുണ്ട്. അനുലോമന എന്നാൽ ശ്വസനം മെച്ചപ്പെടുത്തുന്ന ഒന്നാണ്. പ്രമേഹ എന്നത് പ്രമേഹം നിയന്ത്രിക്കൽ. ഇത് പല പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം നൽകുമെന്ന് പുരാതന ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെടുന്നു. ഇനി നമുക്ക് ചിരാത്തയുടെ കൂടുതൽ ഉപയോഗങ്ങളെക്കുറിച്ചും അതിന്റെ ഗുണങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ ഒന്ന് ചർച്ച ചെയ്യാം. വരൂ. ഗവേഷണ പ്രകാരം തലച്ചോറിന്റെയും നാഡീവ്യവസ്ഥയുടെയും ശരിയായ പ്രവർത്തനത്തിൽ ചിരാത്തയ്ക്ക് ഒരു വലിയ പങ്കുണ്ട്. ചിരാത്ത മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുകയും മലബന്ധം തടയുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. അത് മാത്രമല്ല, രക്തം ശുദ്ധീകരിക്കുന്നതിനാൽ ചിരാത്ത പല ആയുർവേദ മരുന്നുകളിലും ചിരാത്ത ഇപ്പോൾ വ്യാപകമായി തന്നെ ഉപയോഗിച്ചു വരുന്നുണ്ട്. കൂടാതെ ചിരാത്തയിലെ വിറ്റാമിൻ സി നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാനും കാരണമാകുന്നുണ്ട്. ചിരാത്തയുടെ ആന്റി ടെൽമന്തിക് പ്രഭാവം മൂലം വയറ്റിലെ വിരകളുടെ പ്രശ്നവും ഇല്ലാതെയാകുന്നുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ചിരാത്തയിലെ അമ്രോജെനറ്റിക് കാരണം ക്യാൻസർ കോശങ്ങൾ നശിക്കുമെന്ന് വിദഗ്ധർ ഉറപ്പു നൽകുന്നു. ഇനി ചിരാത്ത എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമുക്ക് നോക്കാം. സാധാരണയായി ചിരാത്ത വേരുകൾ ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് ചിരാത്ത ഹെർബൽ ടീ പോലെ ഉണ്ടാക്കുന്നു. കൂടാതെ ചിരാത്ത 60 മില്ലി ഭക്ഷണത്തിന് മുൻപായി ഒരു ടോണിക് പോലെ കഴിക്കാം. കൂടാതെ ഗ്രാമ്പു, കറുവപ്പട്ട, ഇഞ്ചി എന്നിവ ചേർത്ത് ചിരാത്തയോടൊപ്പം തിളപ്പിച്ച വെള്ളത്തിൽ 1-2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കഴിക്കാം. ഇത് നമുക്ക് ദിവസവും സേവിക്കാവുന്നതാണ്. ഇത് നമുക്ക് ആരോഗ്യത്തിന് വളരെ ഉത്തമമാണെന്ന് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും. ഇത് കൂടാതെ ചിരാത്തയുടെ നീര് തേനിൽ ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. ചിരാത്തയുടെ ഗുളികയും പൊടിയും ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉപയോഗിച്ചു വരുന്നതായും കാണാം. ചിരാത്ത ഒരു മരുന്ന് പോലെയും നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി അമിതമായി ഇത് കഴിച്ചാലും ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, രക്തസമ്മർദ്ദം കുറഞ്ഞവർ ചിരാത്ത അധികം കഴിക്കരുത്. കാരണം രക്തസമ്മർദ്ദം വളരെയധികം കുറയുവാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല, ആമാശയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവരും ചിരാത്ത അധികം ഉപയോഗിക്കരുത്. ഉപയോഗിച്ചാൽ കരൾ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഗർഭിണികൾ ചിരാത്ത അധികം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആവശ്യമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇത് കഴിക്കാവുന്നതാണ്. സസ്യപദാർത്ഥങ്ങൾ മരുന്നായി കഴിച്ചാൽ മനുഷ്യജീവിതം മെച്ചപ്പെടുത്തുവാൻ സാധിക്കും. ഒരു ഔഷധ സസ്യമായ ചിരാത്ത ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു സസ്യമാണ്. ഈ ഔഷധ സസ്യത്തെ വംശനാശത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് മനുഷ്യരാശിയുടെ, അതായത് നമ്മുടെ മുഴുവൻ ഉത്തരവാദിത്വമാണ്. ചിരാത്തയെക്കുറിച്ചുള്ള സംശയങ്ങളും ഔഷധ മൂല്യങ്ങളും ഈ വീഡിയോയിൽ നിങ്ങൾക്കെല്ലാവർക്കും വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവണം. ചിരാത്തയുടെ ഗുണങ്ങളും ദോഷങ്ങളുമെല്ലാം വ്യക്തമായി തന്നെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അതുകൂടാതെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ അറിവായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പോ അടുത്ത വിഷയവുമായി വീണ്ടും വരാം. പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഈ വീഡിയോയിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങൾ ഒരു വൈദ്യ ചികിത്സയ്ക്കും എതിരല്ല. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഡോക്ടേഴ്സിനെ കണ്ടതിനു ശേഷം നിർദ്ദേശങ്ങൾ പാലിക്കാമെന്നുള്ള കാര്യം ആരും മറക്കരുത്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.